ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു ഷെവർലെറ്റിൻ്റെ K5 എന്ന് പറഞ്ഞ മോഡലായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ കട്ടിയുള്ള ഷീറ്റിൽ നമ്മൾ വേണ്ടി ഒരു സൈഡ് ഭാഗം ഇങ്ങനെ വരച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു നീളത്തുള്ള പീസിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ലൈൻ ഇട്ടുണ്ട്. ഈ ലൈൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ മുകളിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെ അളവായിട്ട് നമ്മൾ ഈ ലൈനായിട്ട് വരച്ചിടുന്നത്. അത് നമ്മൾ ആ കാറിൻ്റെ ഷേപ്പിൽ മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് അപ്പുറത്ത് ഇപ്പുറത്തും വെച്ച് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ഒരു ഗ്രില്ല് നമ്മൾ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടാകും. നമ്മൾ നേരെ ഈ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കുക, ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലൊരു ബമ്പറും ബാക്കിലൊരു ബമ്പറും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഷീറ്റ് തന്നെ 2-3 ഒരുമിച്ച് എടുത്തതായിട്ടത് കണ്ട ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബോണറ്റ് കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അത് സെറ്റാക്കി എടുത്തിട്ട് കേട്ടോ. പിന്നെ 2 മിററോട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഷീറ്റ് തന്നെ മുറിച്ചെടുക്കുന്നതാണ്. അത് നമ്മൾ നേരെ ആ വണ്ടിയുടെ സൈഡിലേക്ക് അങ്ങനെ പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ബോഡിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ടയറിനാക്കി എടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ പേപ്പർ റോൾ ചെയ്ത് എടുക്കുന്നതാട്ടത്. നമ്മളൊരു കാർബോണിൻ്റെ പീസിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ വണ്ടിയുടെ ബോഡി കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇതുണ്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളറായിട്ട് അടിച്ചു കൊടുത്താണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധനം കാണുന്നവൻ്റെ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.